ഡേ, നിന്റെ പ്രശ്നം എന്താന്ന് എനിക്കറിയാം. പണ്ടൊരു ബോയ് ഫ്രണ്ടിനെ വീട്ടിനകത്ത് കയറ്റി ഒളിപ്പിച്ചതിന് ഈ ഫ്ലാറ്റുകാരെല്ലാവരും കൂടി പിടിച്ചല്ലേ നിന്നെ? ഞാൻ അവന് റൂമിൽ കയറ്റി ഒളിപ്പിച്ചതല്ല. ആരോ കണ്ട് കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ചതാ. ആണോ? ആ, ഇനി അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. നിന്റെ ആരോപണത്തിന് അതേ നാണയത്തിൽ മറുപടി പറയാൻ എനിക്കറിയാത്തതല്ല. പറയടി, നീ എന്ത് മറുപടി പറയാനാ? സെക്യൂരിറ്റി വക്കച്ചൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കയറി ഇറങ്ങി നടന്നതേ എന്റെ വീട്ടിലല്ല. അട്ടഹസിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷേ നിന്നെ പോലെ ഞാനത് ആരോടും പാടി നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിന്റെ കൾച്ചർ അല്ല എനിക്ക്. കൾച്ചറിന്റെ കാര്യം പറയാതിരിക്കുന്നതാ നല്ലത്. എടി, 6Bയില് മീരയും നിളയുണ്ട്. അവരെ നീ ഈ ഓപ്പറേഷനിൽ പങ്കെടുപ്പിച്ചിട്ടില്ല. കൊമ്പം മീശയും പിരിച്ചു നടക്കുന്ന നിന്റെ അച്ഛനുണ്ടല്ലോ, അങ്ങേരെ നീ പങ്കെടുപ്പിച്ചിട്ടില്ല. പകരം അരവിന്ദ് രാജയെ സഹകരിപ്പിച്ചു. നീ ഡിറ്റക്റ്റീവും അയാള് CID ഓഫീസറും. ബെസ്റ്റ്. അല്ല മോളെ, രണ്ടുപേരും എവിടെയിരുന്നായിരുന്നു ചർച്ച? ഈ രഹസ്യം ഞാൻ മീരച്ചിയൊന്ന് അറിയിക്കുന്നുണ്ട്. പിന്നീടാ ഇവിടെ ശരിക്കുള്ള ഓപ്പറേഷൻ നടക്കാൻ പോകുന്നത്. മനസ്സിലായോടി? നീ നന്നാവുന്ന ലക്ഷണമുണ്ടെന്ന് ഞാൻ ഇപ്പൊ ഉദയേട്ടനോട് പറഞ്ഞതേ ഉള്ളൂ. ആണോ? ഇനി ആ പ്രതീക്ഷ വേണ്ട. ഓ, അതെ, പ്രഗ്നന്റ് അല്ലേ ചേച്ചി? അപ്പോ ഇങ്ങനെ പ്രഷർ കേറ്റാവോ? ഈ സമയത്ത് പ്രഷർ കുട്ടിക്ക് കേടാ. അതോ പ്രഗ്നൻസി മറ്റൊരു നമ്പറാണോ? കൂൾ ഡൗൺ, കൂൾ ഡൗൺ. ഇവൾ അപകടകാരിയാ, സൂക്ഷിക്കണം. വിമല ഒന്നും കഴിച്ചില്ലെന്ന് അമ്മ പറഞ്ഞു. കഴിക്കാൻ തോന്നുന്നില്ല ഉദയേട്ടാ. കുറ്റബോധം കൊണ്ട് മനസ്സ് നേറുമ്പോ വയറിന് വിശപ്പ് തോന്നുവോ? നിന്റെ വീട്ടിൽ അമ്മയെ വിളിച്ച് നീ വിശേഷം അറിയിച്ചോ? ഉദയേട്ടൻ വന്ന കാര്യമാണോ? പിന്നെ വിളിച്ചറിയിക്കാം. അതല്ലല്ലോ പ്രധാന വിശേഷം. നീ പ്രഗ്നന്റ് ആണെന്നുള്ള വിവരം അറിയിച്ചോ എന്നാ ഞാൻ ചോദിച്ചത്. അത് ആദ്യം പറയേണ്ടത് ഉദയേട്ടനോടല്ലേ? എന്നിട്ട് എന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. യാദൃച്ഛികമായി ഞാൻ വന്നപ്പോ നീ പറഞ്ഞു. അതല്ലേ സത്യം? ഒരു വലിയ സർപ്രൈസ് ആയിട്ട് പറയാന്ന് കരുതിയിരുന്നതാ. ഓ, എന്ന് പ്രസവം കഴിഞ്ഞിട്ടോ? പ്രഗ്നന്റ് ആണെന്ന് വിമല കൺഫേം ചെയ്തത് ഹോസ്പിറ്റലിൽ പോയിട്ടാണോ? ആശുപത്രി പോയി ഡോക്ടറെ കണ്ടിരുന്നോ? കണ്ടില്ല, അല്ലാതെ തന്നെ എനിക്കറിയാം. ഓക്കെ. എന്തായാലും ഹോസ്പിറ്റലിൽ സൗകര്യമായിട്ട് ഒരു ദിവസം പോണം. ബെഡ് റെസ്റ്റിന്റെ ഒന്നും ആവശ്യമില്ല. വീട്ടുകാര്യങ്ങൾ നോക്കണം. ഉദയേട്ടാ, എന്താ? എന്നെ ഏട്ടൻ വിശ്വസിക്കുന്നില്ലേ? വിശ്വസിക്കുന്നോണ്ടാണല്ലോ നീ ഇവിടെ നിൽക്കുന്നത്. അല്ല, അതെന്താ നിനക്ക് ഇപ്പൊ അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം? ഒന്നുമില്ല. ദൈവമേ, ഞാൻ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. മങ്കൊമ്പിൽ മത്തായി ഉണ്ണിത്താൻ, മങ്കൊമ്പിൽ മത്തായി ഉണ്ണിത്താൻ, മങ്കൊമ്പിൽ മത്തായി ഉണ്ണിത്താൻ,
മങ്കൊമ്പിൽ മത്തായി ഉണ്ണിത്താൻ. ക്ലാരേ, എന്തോന്ന് അടിപ്പിച്ചമ്മയും പറയുന്നത്? ഇനി കുടിക്കാനത്തിന് വെള്ളം എടുത്ത് തരാൻ പ്രത്യേകം പറയണോ? ഓ ഇപ്പൊ തരാമല്ലോ. അങ്ങോട്ട് കുടിച്ചാൽ എനിക്ക് കൈയുണ്ട്, ഞാൻ കുടിച്ചോളാം. ഇങ്ങോട്ട് താ. കുടി. ഒരു പൊന്നാരം. രാവിലെ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു ജോലിയും എങ്ങും എത്തിയിട്ടില്ല. അതിന്റെ ഇടയിൽ മിക്സിംഗ് കേട്. അരക്കലും ചതക്കലും എല്ലാം കൈ കൊണ്ട് വേണം. എന്നെ കൊണ്ട് വയ്യ. വിമലേ, വിളിക്കുന്നു. തടവണ്ടത് എടുത്തി. വിമലേ, വിമലേ. ആ ദാ വരുന്നു. എന്താ ഉദേട്ടാ? ഒരു ചായ ഇട്ടാ, മധുരം കുറച്ചിട്ടാ മതി. ആ ആ പിന്നെ ഉദേട്ടാ, മിക്സി ശരിയായില്ല. കല്ലില് വേണം എല്ലാം അരയ്ക്കാൻ. ചായ ഉണ്ടാക്കാൻ എന്തിനാ മിക്സി? തേയിലയും പഞ്ചസാരയൊക്കെ അരച്ചാണോ എടുക്കുന്നത്? ആഹാ, അതല്ല. അടുക്കളയിലെ ജോലിയൊക്കെ ഉദ്ദേശിച്ച പോലെ തീരുന്നില്ല എന്ന് പറയുമായിരുന്നു. 2 ദിവസം കഴിയട്ടെ, മിക്സി ശരിയാക്കി തരാം. ശരീരം അനങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചു പറഞ്ഞതാ. ഇപ്പോഴത്തെ അടുക്കളയിൽ ശരീരം അനങ്ങുന്ന എന്തിനാ? വിറക് കീറണോ? വെള്ളം കോരണോ? വേണ്ട. എന്നാ ചെന്ന് ചായ ഇട്. ഞാൻ ചായ ഇട്ട് തരാം ഉദയ. വേണ്ട, വിമല ഉണ്ടല്ലോ. അവള് വേറെ ജോലി ചെയ്യല്ലേ. ചായ ഞാൻ ഉണ്ടാക്കി തരാം. വിമല ചെയ്തോളും. അമ്മ ഇവിടെ വന്നിരിക്കും. അമ്മ ചെല്ല. വാമ ഇങ്ങോട്ട്. ഞാൻ ഇവിടെ ഇരുന്നോളാം ഉദയ. പ്രതികാരം ചെയ്യും അമ്മയും മോനും കൂടെ. ഞാൻ എന്തെങ്കിലും കടുകൈ കാണിക്കും. ഒരു ചായ. അങ്കിൾ, നിഖിൽ ഫ്ലാറ്റിലാണോ? അതെ. എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ? കമ്പനിയിൽ കോമ്പൻസേഷൻ കൊടുക്കാനുള്ള തുകയുടെ കാര്യം. അങ്കിൾ, ഞാൻ നിലമേൽ പോയിരുന്നു. സഹോദരിക്കൊരു ആവശ്യത്തിന് ഞാൻ പണം കൊടുത്തിരുന്ന കാര്യം പറഞ്ഞില്ലേ? ആ കാശ് ചോദിച്ചു. എന്നിട്ട് കിട്ടിയോ? ഇല്ല. മോൾക്ക് ജോലി ശരിയായി, പക്ഷേ ശമ്പളം കിട്ടി തുടങ്ങിയിട്ടില്ല. പെങ്ങളൊരു ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട്. അത് കിട്ടിയാൽ എല്ലാം ഓക്കെ ആവും. കിട്ടുമോ? കിട്ടുമെന്നാണല്ലോ പറയുന്നത്. വേറെ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യും നിഖിൽ? അറിയില്ല. നിഖിലൊരു ആവശ്യം പറഞ്ഞിട്ട് എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോ. ഇറ്റ്സ് ഓക്കെ. എന്നാ ശരി. സെയിം. ആര് കണ്ടാലും തിരിച്ചറിയില്ല.
ഇതുവരെയും ക്യാരറ്റ് ദോശ ഉണ്ടാക്കിയിട്ടില്ല. ഞാനൊരു ദിവസം ഇവിടെ വന്നപ്പോ മീര ചോക്ലേറ്റ് ദോശ ഉണ്ടാക്കിയത് ഓർമ്മയുണ്ടോ? അതൊക്കെ ഒരു ധൈര്യത്തിനങ്ങ് ചെയ്തതാ. കുഴപ്പമില്ലാതെ പോയത് ഭാഗ്യം. പാചകക്കാർക്കിടയിലെ മാജിക്കാരന്റെ മുമ്പിലല്ലേ വിളമ്പേണ്ടത്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ചോക്ലേറ്റ് ദോശ ഉണ്ടാക്കുമ്പോ. പക്ഷേ സംഭവം ഉഗ്രനായിരുന്നു. അതിനാ ധൈര്യമൊന്നും ഞാൻ പറഞ്ഞത്. എനിക്ക് ചെറുപ്പത്തിലെ കുക്കിംഗ് ഇഷ്ടമായിരുന്നോ? എന്താ ചെറുപ്പത്തിലെ കുക്കിംഗ് ഇഷ്ടമായിരുന്നോന്ന്. അതിനർത്ഥമേ ഇപ്പൊ ഞാൻ ചെറുപ്പമല്ലെന്നല്ലേ? അങ്ങനൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല കേട്ടോ. ഇന്നും എന്നും ചെറുപ്പമായിരിക്കും മീര, എന്റെ നിത്യവസന്തം. അയ്യോ, ഞാനൊന്നും ചോദിച്ചില്ല പറഞ്ഞുമില്ല. ഇനി ചോദിച്ച കാര്യത്തിന് ഉത്തരം പറയാം. എന്റെ അമ്മ അച്ചടക്കത്തിന്റെ കാര്യത്തില് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഒരു 5-6 വയസ്സ് മുതല് അടുക്കളയിൽ ഓരോ സഹായത്തിനും വിളിക്കുമായിരുന്നു. അതുകൊണ്ട് പാചകം ഞാൻ പ്രത്യേകമായിട്ട് പഠിച്ചില്ല എന്ന് പറയാം. ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീർന്നു, അത്ര തന്നെ. കുക്കിങ്ങിലെ ഒരു പ്രധാന പോയിന്റാണ് മീര ഇപ്പൊ പറഞ്ഞത്. സംഗീതമോ നൃത്തമോ ചിത്രമെഴുത്തോ പോലെ ഇൻബോണായി കിട്ടുന്ന ഒരു കലയാണ് പാചകം. പഠിച്ചാ കുറെ കൂടി നന്നാവുന്നേ ഉള്ളൂ. നന്നായിട്ട് വിഭവങ്ങൾ ഉണ്ടാക്കുന്നവരെ കുറിച്ച് എല്ലാവരും പറയുന്നൊരു വാക്കുണ്ട്, കൈപുണ്യം. മറ്റൊരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് കേട്ടിട്ടുള്ളൂ. ആരെ പറ്റിയാണ്? ഡോക്ടേഴ്സിനെ പറ്റി. ശരിയാണല്ലോ, 2 ജോലികളും തമ്മിൽ വലിയ ബന്ധമാണുള്ളത്. നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നതിന്റെ നന്മയും തിന്മയും അനുസരിച്ചാണ് രോഗിയാവണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത്. രോഗം വന്നാ ഡോക്ടറുടെ സഹായം വേണം. ചുരുക്കി പറഞ്ഞ നല്ല ഫുഡ് കഴിച്ചാ ഡോക്ടറെ ഒഴിവാക്കാം. അതെ രാജു. എന്താ വിളിച്ചേ? രാജുന്ന് വിളി അങ്ങനെ ആക്കിയാലോ? അത് വേണ്ട. എനിക്ക് ഇങ്ങനൊരു വിളിപ്പേരുണ്ടെന്ന് ഇവിടെ മറ്റാരും അറിയണ്ട. നിളയുടെ ചെവിയിലെങ്ങാണ് എത്തിയാലുണ്ടല്ലോ, ഫ്ളാറ്റിലുള്ളവരെ മൊത്തം അറിയിക്കും. എന്നാലും നിലയോട് പറഞ്ഞ രസമായിരിക്കും. ഈ പാവപ്പെട്ടവൾക്ക് അങ്ങോട്ട് വരാമോ ഇപ്പോ? പിന്നെന്താ? അല്ല, എന്നാലും ഇനിയിപ്പോ മുൻകൂട്ടി അനുവാദമൊക്കെ ചോദിച്ചിട്ട് വേണമല്ലോ വരാൻ. ഞങ്ങളെ ഇവിടെ ഒരു രഹസ്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. പറയല്ലേ പ്ലീസ്. ഞാൻ അറിയാൻ പാടില്ലാത്ത പോലെ രഹസ്യം. ഒന്നുമില്ല മീര. എടോ, ഒരു പേരിന്റെ കാര്യം. പ്ലീസ് പ്ലീസ് മീര, പേരോ? പ്ലീസ്. ഒന്നും പറയണ്ട, ഞാൻ ചോദിക്കില്ല. അമ്മ ഒന്നുമില്ല. അമ്മ പറ എന്റെ പേരിന്റെ കാര്യം പറ. ആരുടെ പേരിന്റെ കാര്യമായിരുന്നു? മീര, അതെ, ഈ ക്യാരറ്റ് ദോശയ്ക്ക് വേറെ എന്തെങ്കിലും പേരുണ്ടോ? അതാ വിഷയം. അതാണ് കാര്യം. ഇതായിരുന്നു ഇത്ര വലിയ കാര്യം. ആ ടിഫിൻ ബോക്സിംഗ് എടുത്തരൂ. നിഖിലിനെ ഓഫീസിൽ കഴിക്കാൻ കൊടുത്തേക്കാം. അവന് കുറച്ച് ദോശ മതി. ക്യാരറ്റ് ദോശയാണ്, അപ്പൊ അതില്ലാത്തോണ്ടേ നിഖിൽ നന്നായിട്ട് കഴിക്കും. ഒരു 5 എണ്ണം കൂടെ വെച്ചോളൂ.